ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മിഷൻ SSC ആൻഡ് RRB. നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ജനറൽ അവെയർനെസ്സിൻ്റെ PYQs ആണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ MTS എക്സാമാണ് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ MTS എക്സാമിന് പ്രയോറിറ്റി കൊടുത്തുകൊണ്ടാണ് ഞാൻ ആ ക്ലാസ് സീരീസ് ചെയ്യുന്നത്. അപ്പോൾ MTSന് പ്രിപ്പറേഷൻ ചെയ്യുന്ന എല്ലാവരും ആ വീഡിയോസ് ഒന്ന് കാണണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇന്ന് തൊട്ട് പുതിയൊരു സീരീസ് തുടങ്ങുകയാണ്. ഡെയിലി വൊക്കാബുലറി, അതായത് SSC, ബാങ്ക്, PSC പോലുള്ള എക്സാമിന് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ വൊക്കാബുലറിയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോണത്. അപ്പോൾ എന്താണ് ഈ വെറുതെ ഡിസ്കസ് ചെയ്യുകയല്ല, അതിൻ്റെ മലയാളം മീനിങ്ങും കുറച്ച് കോഡ്സും കാര്യങ്ങളും എല്ലാം പറഞ്ഞുകൊണ്ടാണ് നമ്മളിത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഈ വൊക്കാബുലറി പഠിക്കുമ്പോഴത്തേക്ക് നമ്മൾ പെട്ടെന്ന് കുറേ വേർഡ്സ് കേൾക്കുമ്പോഴത്തേക്ക് നമ്മൾ എന്താണ് നമുക്കത് മനസ്സിൽ നിൽക്കത്തില്ല. അപ്പം ഈ വൊക്കാബ് പഠിക്കുമ്പോൾ എപ്പോഴും നമ്മൾ കോഡ് ഉപയോഗിച്ച് വേണം പഠിക്കാൻ. പിന്നെ എല്ലാ വേർഡ്സും കോഡ് ഉപയോഗിച്ച് പഠിക്കാൻ പറ്റത്തില്ല. പിന്നെ അവസാനം നമ്മൾ കോഡ് തന്നെ മറന്നു. അപ്പം നമുക്ക് നല്ലോണം കണക്ട് ചെയ്യാൻ പറ്റുന്ന വേർഡ്സുകൾ കോഡ് ഉപയോഗിച്ച് വേണം പഠിക്കാൻ. അതിൽ കുറച്ച് കോഡുകളൊക്കെ ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ളതൊക്കെ നിങ്ങളുടേതായിട്ടുള്ള കോഡുകൾ ഉപയോഗിച്ച് പഠിക്കാം. അപ്പോൾ ഇന്ന് ഞാനൊരു 10 വേർഡ്സാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. 10 വേർഡ്സും അതിൻ്റെ ആൻറ്റണിംസും സിനണിംസും പറയുന്നുണ്ട്. ഈ സീരീസ് കഴിഞ്ഞിട്ട് ഞാൻ സിനണിംസ് മാത്രമായിട്ടുള്ളത്, ആൻറ്റണിംസ് മാത്രമായിട്ടുള്ളത് വേറെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് ടോപ്പ് 100 ആൻറ്റണിംസ് ആൻഡ് സിനണിംസ് ആണ് പഠിക്കുന്നത്. പിന്നെ ഒരു കാര്യം, ഇത് കറക്റ്റായിട്ട് പഠിക്കണം. കാരണം ഈ ആൻറ്റണിംസും സിനണിംസും തമ്മിൽ ഒരിക്കലും തിരിഞ്ഞു പോകാൻ പാടില്ല. അപ്പോൾ കറക്റ്റായിട്ട് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ പഠിച്ച് പോകാൻ ശ്രമിക്കുക. അപ്പോൾ അബണ്ടൻറ്റ് ഫസ്റ്റ് വേർഡാണ് അബണ്ടൻറ്റ്. അതിൻ്റെ മീനിങ് എന്താണ്? അവൈലബിൾ ഇൻ ലാർജ് ക്വാണ്ടിറ്റി. അതിൻ്റെ സിനണിംസ് ഏതൊക്കെയാണ്? പ്ലെൻറ്റിഫുൾ, ആംബിൾ, കോപ്പിയസ്. ദെൻ ആൻറ്റണിം ഏതൊക്കെയാണ്? മീഗർ, സ്കാർസ്, ഇൻസഫിഷ്യൻറ്റ്, സ്കാൻറ്റ്. അപ്പോൾ സിനണിംസ് പ്ലെൻറ്റിഫുൾ നമുക്കറിയാം, ഒരുപാട് ക്വാണ്ടിറ്റിയിലുണ്ട് എന്നുള്ള ഒരു മീനിങ് ആണ്. അതുപോലെ തന്നെ ആംബിളിനെ നമുക്ക് എങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കാം? ആപ്പിളിനെ ആപ്പിളുമായിട്ട് കണക്ട് ചെയ്യുക. ആപ്പിൾ ആരാ മേടിക്കുന്നത്? ലാർജ് ക്വാണ്ടിറ്റിയിൽ മണിയുള്ളവരല്ലേ ആപ്പിൾ വാങ്ങിക്കുന്നത്. അങ്ങനെ കൺസിഡർ ചെയ്യുക. അപ്പം ലാർജ് ക്വാണ്ടിറ്റിയിൽ മണിയുള്ളവരാണ് ആപ്പിൾ വാങ്ങിക്കുന്നത്. ആപ്പിൾ ലാർജ് ക്വാണ്ടിറ്റി. അതുപോലെ തന്നെ കോപ്പിയസിനെ കോഫിയായിട്ട് കണക്ട് ചെയ്യുക. കോഫി ആരാ വാങ്ങിക്കുന്നത്? ലാർജ് ക്വാണ്ടിറ്റിയിൽ മണിയുള്ളവരല്ലേ കോഫി വാങ്ങിക്കുന്നത്. അപ്പോൾ അതുപോലെ അങ്ങനെ കോപ്പിയസിനെ അങ്ങനെ കണക്ട് ചെയ്യുക. ദെൻ ആൻറ്റണിംസ് വരുമ്പോൾ മീഗറിനെ നമ്മൾ കണക്ട് ചെയ്യാൻ മീൻകറി ഓർത്താൽ മതി. മീൻകറി വയ്ക്കുന്നത് ആരാ? പൈസ കുറവുള്ളവരാണ് മീൻകറി വയ്ക്കുന്നത്. അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കുക. ചിക്കനും മട്ടനും ഒക്കെ പൈസ ഉള്ളവരാണ് വയ്ക്കുന്നത്. അപ്പോൾ മീഗർ വയ്ക്കുന്നത് ആരാണ്? സ്കാർസ്, പൈസ കുറവുള്ളവരാണ്. അങ്ങനെ പഠിച്ച് വയ്ക്കുക. അതുപോലെ തന്നെ സ്കേഴ്സൊക്കെ നമുക്കറിയാം. then ഇൻസഫിഷ്യൻറ്റ്, സ്കാൻറ്റ്, ഇതൊക്കെ നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന വേർഡ്സാണ്. പിന്നെ ഞാനൊരു കാര്യം പറയാം, എന്താണ് ഈ റിവിഷൻ മസ്റ്റാണ്. ഒരു 10 വേർഡ്സ് പഠിച്ചു കഴിഞ്ഞാൽ അത് പിറ്റേ ദിവസം എന്ത് ചെയ്യുക? റിവിഷൻ ചെയ്യുക. അത് മസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം സെക്കൻഡ് വേർഡ് പറയാം, അബണ്ടൻറ്റ്. നമ്മൾ നേരത്തെ പഠിച്ചത് ഏതാ? അബണ്ടൻ്റ് ആണ്. ഇത് അബണ്ടൻ. അതെന്താണ്? ടു ലീവ് സംതിങ്, എന്തിനെയോ ഉപേക്ഷിക്കുന്നു എന്നുള്ളൊരു മീനിങ് ആണ് വരുന്നത്. ടു ലീവ് സംതിങ്. അതിൻ്റെ സിനണിംസ് എന്താണ്? ഫോർസേക്ക്, അൺസ്ട്രെയിൻഡ്. ദെൻ ആൻറ്റണിംസ് എന്താണ്? കെപ്റ്റ്, റീറ്റെയിൻ. ഇതൊക്കെ ഇതിൽ കോഡൊന്നും ഞാൻ കാണുന്നില്ല. നിങ്ങൾക്ക് കോഡ് വല്ലതും ഉണ്ടെങ്കിൽ കോഡ് ഉപയോഗിച്ച് പഠിക്കുന്നതാണ് നല്ലത്. അബണ്ടൻ, ഫോർസേക്ക്, അൺസ്ട്രെയിൻഡ്. ദെൻ ആൻറ്റണിം എന്താണ്? കെപ്റ്റ്, കീപ്പ് ചെയ്യുക, നമ്മുടെ കയ്യിൽ വയ്ക്കുക. റീറ്റെയിൻ എന്ന് വെച്ചാൽ നമുക്കിങ്ങനെ റീറ്റെയിൻ ചെയ്ത് എടുക്കുക എന്നുള്ള അതൊക്കെ നമ്മൾ ഫെമിലിയർ ആയിട്ടുള്ള വേർഡ്സുകളാണ്. അതിൽ കൂടുതൽ നമുക്ക് പറയാനൊന്നുമില്ല. അപ്പോൾ റിവിഷൻ മസ്റ്റാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റിവിഷൻ ചെയ്യേണ്ട എങ്ങനെയെന്ന് പറഞ്ഞാൽ, ഇന്ന് പഠിക്കുന്ന 10 വേർഡ്സ് നാളെ അടുത്ത 10 വേർഡ്സ് പഠിക്കുമ്പോൾ ആദ്യം എന്ത് ചെയ്യുക? ഈ 10 വേർഡ്സ് ഒന്ന് റീഡ് ചെയ്തിട്ട് വേണം ആ അടുത്ത 10 വേർഡ്സ് പഠിക്കാനായിട്ട്. പിന്നെ അടുത്ത ദിവസം ആകുമ്പോഴത്തേക്ക് ഈ 2 ദിവസത്തതും പഠിക്കണ്ട. കാരണം അത് ഭയങ്കര ടൈം കൺഫ്യൂസിങ്ങും ആവും. തൊട്ട് മുമ്പുള്ള ദിവസം പഠിച്ച 10 ക്വസ്റ്റ്യൻസ് ഒന്ന് റീഡ് ചെയ്യുക. ദെൻ എന്ത് ചെയ്യുക?
ഈ പുതിയ ന്യൂ വേർഡ്സ് പഠിക്കുക. ദെൻ സാറ്റർഡേ സൺഡേ റിവിഷൻ, ഇത് ഫുള്ള് റിവിഷൻ ചെയ്യുക. സമയം നമ്മൾ ഒരു ഇത്ര നേരം വയ്ക്കുമല്ലോ നമ്മൾ ഈ സബ്ജക്റ്റ് പഠിക്കാനായിട്ട്. അപ്പോൾ 2 ദിവസമായിട്ടോ 1 ദിവസമായിട്ട് പറ്റുന്നവരാണെങ്കിൽ 1 ദിവസം. സാറ്റർഡേ സൺഡേ മസ്റ്റ് റിവിഷനാണ്. എന്നും പഠിച്ചിട്ട് ഒരു കാര്യമില്ല. നമ്മൾ പഠിക്കുന്നത് റിവിഷൻ ചെയ്താൽ മാത്രമേ നമുക്ക് ഓർമ്മ കിട്ടുന്നുള്ളൂ. അപ്പം 5 ഡേ നമ്മൾ എന്ത് ചെയ്യുക, പഠിക്കുക. ദെൻ 2 ഡേ മസ്റ്റ് റിവിഷൻ. അത് ഏത് സബ്ജക്റ്റ് ആണെങ്കിലും 5 ഡേ പഠിക്കുക. ദെൻ 2 ഡേ നമ്മൾ റിവിഷന് വേണ്ടി മാറ്റി വെച്ചാലേ പറ്റൂ. അല്ലെങ്കിൽ ഒരിക്കലും നമുക്ക് വൊക്കാബ് നന്നാക്കി എടുക്കാൻ പറ്റത്തില്ല, വൊക്കാബ് ഓർമ്മ വരത്തേ ഇല്ല. അപ്പം മാക്സിമം വേർഡ്സ് പഠിക്കുന്നുള്ളതല്ല, ഇത്രത്തോളം നല്ലതുപോലെ പഠിക്കുന്നു എന്നതിലാണ് കാര്യം. ദെൻ നെക്സ്റ്റ് വേർഡ് ടിമിഡ്. ടിമിഡ് എന്താണ്? ഷോയിങ് ലാക്ക് ഓഫ് കറേജ്. അതിൻ്റെ സിനോണിംസ് ഏതാണ്? കൊവാഡ്. നമ്മൾ ഒരുപാട് തവണ നമ്മൾ ഈ ടെക്സ്റ്റ് ബുക്കിലൊക്കെ മോക്ക് ചെയ്യുമ്പോൾ ഒരുപാട് തവണ വരുന്ന ഒരു ടേമാണ് ടിമിഡ്, കൊവാഡ്. അത് നമ്മൾ ട്രിക്കൊന്നും എനിക്ക് കാണുന്നില്ല. ടിമിഡ്, കൊവാഡെന്ന് കാണാതെ പഠിച്ച് തന്നെ വയ്ക്കുക. ടിമിഡ്, കൊവാഡ്. ഷൈ നമുക്കറിയാം, നാണം, ഹമ്പിൾ, ഫിയർഫുൾ, ഇതെല്ലാം അതിൻ്റെ സിനോണിംസ് ആയിട്ട് വരുന്നു. ദെൻ ആൻറ്റണിംസ് എന്താണ്? ബ്രേവാണ്. ബ്രേവ്, വെഞ്ചുറിസം, ഇതെല്ലാം എന്താണ് അതിൻ്റെ ആൻറ്റണിംസ് ആയിട്ട് വരുന്നു. അപ്പോൾ ടിമിഡ്, കൊവാഡ്, അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്കാണ്. ടിമിഡ്, കൊവാഡ് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ഒരു വേർഡാണ്. അത് ഒരിക്കലും മറക്കരുത്. ടിമിഡ്, കൊവാഡ്. അതിൻ്റെ മീനിങ് എന്താണ്? ഷോയിങ് ലാക്ക് ഓഫ് കറേജ്. ഷോയിങ് ലാക്ക് ഓഫ് കറേജ്. പിന്നൊരു കാര്യം, നമ്മൾ ഈ വേർഡ്സിൻ്റെ മലയാളം മീനിങ് മാത്രം പഠിച്ചു വയ്ക്കരുത്. കാരണം എന്താണ്, ഈ ക്വസ്റ്റ്യനിൽ പെട്ടെന്ന് ഈ ഇംഗ്ലീഷ് മീനിങ് വരുമ്പോഴത്തേക്കും നമുക്ക് മൊത്തത്തിൽ കൺഫ്യൂസിങ് ആവും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ ഇംഗ്ലീഷ് മീനിങ് തന്നെ പഠിച്ച് പോവാം. എനിക്ക് ആദ്യം പറ്റിയൊരു അബദ്ധമാണ്. ഞാൻ മലയാളത്തിൽ ആ വേർഡിൻ്റെ മീനിങ് മനസ്സിലാക്കി വെച്ചു, പക്ഷേ പിന്നെ മോക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ മീനിങ്ങും ഇംഗ്ലീഷിൽ തന്നെ പഠിച്ച് വയ്ക്കുക. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കാൻഡിഡ്. കാൻഡിഡിൻ്റെ മീനിങ് എന്താണ്? ട്രൂത്ത്ഫുൾ ആൻഡ് സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യത്തിനെയാണ് നമ്മൾ കാൻഡിഡ് എന്ന് പറയുന്നത്. ദെൻ സിനണിംസ് എന്താണ്? ഫ്രാങ്ക്, ഹോണസ്റ്റ്, ബ്ലഫ്. ഇതിൻ്റെ എല്ലാ മീനിങ് എന്താണ്? സത്യസന്ധത എന്നുള്ളൊരു മീനിങ് ആണ്. ദെൻ ആൻറ്റണിംസ് വരുമ്പോൾ ഡെവിയസ്, കണ്ണിങ്, ടാക്ട്ഫുൾ, ബയാസ്ഡ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ മീനിങ് വരുന്നത് എന്താണ്? കുബുദ്ധി, അങ്ങനെയുള്ള ഇതെല്ലാം ഏകദേശം ഒരു സെയിം മീനിങ്ങിൽ വരുന്ന വേർഡ്സാണ്. കണ്ണിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂത്രശാലി, അങ്ങനെയുള്ള മീനിങ് വരുന്ന വേർഡ്സാണ് ഈ 4 വേർഡ്സും. ഡെവിയസ്, കണ്ണിങ്, ടാക്ട്ഫുൾ, ബയാസ്ഡ്. ഇങ്ങനെ ഓർഡറിൽ പഠിച്ചു വയ്ക്കും. ഡെവിയസ്, കണ്ണിങ്, ടാക്ട്ഫുൾ, ബയാസ്ഡ്. ഇത് 4 എന്താണ്? സൂത്രശാലി അല്ലെങ്കിൽ കുബുദ്ധി, അങ്ങനെയുള്ള മീനിങ് മാറി വരുന്ന വേർഡ്സുകളാണ് ഈ 4 വേർഡ്സും. ഇത് 4 മറക്കാതെ പഠിക്കുക. ഇത് നെഗറ്റീവ് വേർഡാണ് എന്ന് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതല്ല വേറൊരു സ്ഥലത്താണെങ്കിലും ഉപയോഗിക്കാൻ പറ്റും. ഇതൊരു നെഗറ്റീവ് വേർഡാണ്. ഡെവിയസ്, കണ്ണിങ്, ടാക്ട്ഫുൾ, ബയാസ്ഡ്. ഈ 4 വേർഡും എന്താണ്? ഒരു നെഗറ്റീവ് വേർഡായിട്ട് തന്നെ പഠിച്ചു വയ്ക്കുക. എന്താണ്? ഏതിൻ്റെ ആൻറ്റണിമാണ് ഇതൊക്കെ? കാൻഡിഡിൻ്റെ ആൻറ്റണിമാണ് ഈ ഡെവിയസ്, കണ്ണിങ്, ടാക്ട്ഫുൾ, ബയാസ്ഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് കറക്റ്റായിട്ട് നമ്മൾ കാണുമ്പോൾ തന്നെ പഠിച്ച് പോവുക. ദെൻ പിറ്റേ ദിവസം നമ്മൾ എഴുതി വയ്ക്കുന്നുണ്ടെങ്കിൽ നല്ല കാര്യം. എഴുതി വയ്ക്കുന്നുണ്ടെങ്കിൽ ഈ 10 വേർഡ്സ് നാളെ പഠിക്കുന്നതിൻ്റെ കൂടെ ഫസ്റ്റ് ഒന്ന് ഓടിച്ചെങ്കിലും ഒന്ന് പോവുക. അല്ലെങ്കിൽ ഈ വീഡിയോ എടുത്ത് ജസ്റ്റ് ഒന്ന് കേൾക്കുകയെങ്കിലും ചെയ്യണം. എഴുതാൻ സമയമില്ലാത്തവരാണ്, അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക. ദെൻ ഈ 10 വേർഡ്സ് ആദ്യം ഒന്ന് നോക്കുക. ദെൻ അടുത്ത 10 വേർഡ്സിലോട്ട് കടക്കുക. ദെൻ ബാരൻ്റെ മീനിങ് എന്താണ്? ഇൻഫെർട്ടൈൽ. ബാരൻ, ഇൻഫെർട്ടൈൽ. അതിൻ്റെ സിനണിംസ് എന്താണ്? അൺപ്രൊഡക്റ്റീവ്, ഡെസലേറ്റ്, ഫ്രൂട്ട്ലെസ്. അതിൻ്റെ ആൻറ്റണിംസ് എന്താണ്? ഫെർട്ടൈൽ. ഇപ്പോൾ ബാരൻ എന്താണ്? ബാരൻ നമ്മൾ കണക്ട് ചെയ്ത് പഠിക്കാനൊരു വാക്ക് ഞാൻ പറഞ്ഞുതരാം. ഈ നമ്മൾ മാരണം അങ്ങനെയൊക്കെ പറയത്തില്ലേ, അതെന്താണ്? നമ്മൾ അതിനെക്കൊണ്ട് ഒരു ഉപയോഗം, ഒരു സംഭവത്തിനെക്കുറിച്ച് ഒരു ഉപയോഗം വരാതാകുമ്പോഴാണ് നമ്മൾ ഈ മാരണം അങ്ങനെ ഉപയോഗിക്കുന്നത്. ആ വാക്കുമായിട്ട് റിലേറ്റ് ചെയ്ത് പഠിക്കുക. ബാരൻ എന്ന് വെച്ചാൽ ഇൻഫെർട്ടൈൽ. അത് ഉപയോഗമില്ലാത്ത, പ്രൊഡക്ഷൻ ഇല്ലാത്ത, അല്ലെങ്കിൽ ഒരു പ്രോഫിറ്റും ഇല്ലാത്ത ഒരു എന്തിനെയോ കുറിച്ചാണ് പറയുന്നത്. അതാണ് ബാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇൻഫെർട്ടൈലാണ്, അൺപ്രൊഡക്റ്റീവാണ്, ഡെസലേറ്റ് ആണ്, ഫ്രൂട്ട്ലെസ് ആണ്. ദെൻ അതിൻ്റെ ആൻറ്റണിം എന്താണ്? ഫെർട്ടൈൽ.
ആൻ്റണിം എന്താണ്? ഫെർട്ടൈൽ. അപ്പോൾ നമ്മൾ പിന്നെ ഒരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള വൊക്കാബിനൊക്കെ ഈ എക്സാമ്പിൾ കൊടുക്കുമ്പോഴത്തേക്ക് എക്സാമ്പിളല്ല ഓപ്ഷൻസ് കൊടുക്കുമ്പോഴത്തേക്ക് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തത് തന്നെയായിരിക്കും വരുന്നത്. അപ്പോൾ നമ്മൾ നല്ലോണം കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലായില്ലെങ്കിൽ നമുക്ക് ഒരു നല്ല രീതിയിൽ മിസ്റ്റേക്ക് വരും. നമ്മൾ പഠിച്ച വേർഡ്സിന് പോലും മിസ്റ്റേക്സ് വരാൻ സാധ്യതയുണ്ട്. അപ്പം മാക്സിമം മീനിങ് എല്ലാം ഇംഗ്ലീഷിൽ തന്നെ പഠിച്ചു വയ്ക്കുക. മലയാളത്തിൽ പഠിക്കുന്നത് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാക്കും. ഈ മീനിങ് ഉൾപ്പെടെ ഇംഗ്ലീഷിൽ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത്തിരിയെങ്കിലും നമുക്ക് കൺഫ്യൂസിങ് ആവാതെ പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുപോലെ നെക്സ്റ്റ് വേർഡ് ഡബിയസ്. ഡബിയസിൻ്റെ മീനിങ് ഡബിയസിൽ തന്നെയുണ്ട്. ഡബിയസ് എന്ന് പറഞ്ഞാൽ ഡൗട്ടിങ്. ഡബിയസ് ഡൗട്ടിങ്. അപ്പോൾ അതിൻ്റെ സിനണിംസ് പഠിക്കാം. ഡൗട്ട്ഫുൾ, ഫിഷി, അൺസർട്ടൈൻ, അൺക്ലിയർ. ഇതെല്ലാം ഡൗട്ടിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന കാര്യം. നമുക്ക് ഇതിൻ്റെ എല്ലാം നമ്മൾ ഫെമിലിയർ ആയിട്ടുള്ള വേർഡ്സ് ആണ്. ഡബിയസ് ഡൗട്ടിങ്. പിന്നെ ഫിഷി, സംതിങ് ഫിഷി എന്നൊക്കെ പറയത്തില്ല, എന്തോ ചീഞ്ഞ് നാറുന്നു എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അതും ഡൗട്ടിങ് ആണ്. അൺസർട്ടൈൻ ആണ്. ദെൻ അൺക്ലിയർ ആണ്. ദെൻ ആൻ്റണിംസ് എന്താണ്? ലൈക്ലി, സർട്ടൈൻ, ഇൻഡിസ്പ്യൂട്ടബിൾ, ഇൻകണ്ടസ്റ്റബിൾ. ഇൻകണ്ടസ്റ്റബിൾ എന്താണ്? കണ്ടസ്റ്റബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും തർക്കിക്കാനില്ലാത്ത എന്തോ ഒരു കാര്യത്തിനെ കുറിച്ചാണ്. അതുപോലെ ആ സെയിം മീനിങ് തന്നെ ഇൻഡിസ്പ്യൂട്ടബിൾ എന്താണ്? ഇൻഡിസ്പ്യൂട്ടബിളും ഈ വാദമില്ലാത്ത അല്ലെങ്കിൽ വാദിക്കാൻ ആളില്ലാത്ത എന്നുള്ളൊരു മീനിങ്ങാണ് വരുന്നത്. അതുപോലെ തന്നെ സർട്ടൈൻ എന്താണ്? കൃത്യമായിട്ടുള്ള. അൺസർട്ടൈൻ എന്താണ്? കൃത്യമല്ലാത്ത, സംശയപരമായിട്ടുള്ള, കൺഫ്യൂസിങ് ആയിട്ടുള്ള, കൃത്യമല്ലാത്ത ഒരു കാര്യത്തിനെയാണ് നമ്മൾ അൺസർട്ടൈൻ എന്ന് പറയുന്നത്. സർട്ടൈൻ എന്താണ്? കൃത്യമായിട്ടുള്ള. ഇൻഡിസ്പ്യൂട്ടബിൾ എന്താണ്? ഇൻഡിസ്പ്യൂട്ടബിളും ഇൻകണ്ടസ്റ്റബിളും ഏകദേശം സെയിം മീനിങ് ആണ്. നമ്മൾ ആരും എതിർക്കാനില്ലാത്ത, വാദിക്കാനില്ലാത്ത, ആരും വാദിക്കാൻ സാധ്യതയില്ലാത്ത ഒരു സംഭവത്തിനെ കുറിച്ചാണ് നമ്മൾ ഈ രണ്ട് വേർഡ്സും ഉപയോഗിക്കുന്നത്. ദെൻ നെക്സ്റ്റ് വേർഡ് ഫീബിൾ. ഫീബിൾ എന്താണ്? ലാക്കിംഗ് ഫിസിക്കൽ സ്ട്രെങ്ത് എസ്പെഷ്യലി ആസ് എ റിസൾട്ട് ഓഫ് ആൻ ഏജ് ആൻഡ് ഇൻലെസ്. അതായത് നമ്മുടെ ഫിസിക്കൽ സ്ട്രെങ്ത് കുറയുന്നു. പ്രത്യേകിച്ച് ഏത് സമയത്ത്? ഈ പ്രായമാവുന്ന സമയത്ത് നമ്മുടെ ഫിസിക്കൽ സ്ട്രെങ്ത് കുറയുന്നു. അതിനെയാണ് നമ്മൾ ഫീബിൾ എന്ന് പറയുന്നത്. ഫീബിൾ അല്ലെങ്കിൽ ഫീബിൾനെസ് എന്ന് പറയുന്നത്. അതിൻ്റെ സിനണിംസ് എന്താണ്? വീക്ക്, വിംബി. വീക്ക് അല്ലെങ്കിൽ വിംബി. ഫീബിൾ, വീക്ക്, വിംബി. ഫീബിൾ, വീക്ക്, വിംബി. അതിൻ്റെ ആൻ്റണിംസ് എന്താണ്? സ്ട്രോങ്, സ്റ്റഡി. നമ്മൾ പറയത്തില്ല സ്റ്റഡി ആയിട്ട് നിൽക്കുക എന്നൊക്കെ പറയത്തില്ല. അപ്പോൾ സ്ട്രോങ് ആണെങ്കിലല്ലേ സ്റ്റഡി ആയിട്ട് നിൽക്കാൻ പറ്റും. കോമ്പീറ്റൻറ്റ്, ദെൻ ഡ്യൂറബിൾ. ഇതെല്ലാം അതിൻ്റെ ആൻ്റണിംസ് ആണ്. പിന്നെ ഒരു കാര്യം പറയാം, നമ്മൾ ഇതിനകത്ത് പല വീഡിയോസിനകത്തും കാണിക്കും ഒരു ദിവസം 100 വൊക്കാബ് പഠിക്കണം, 25 വൊക്കാബ് പഠിക്കണം എന്നൊക്കെ പറയും. നമ്മളിപ്പോൾ 25ഉം 100ഉം ഒക്കെ പഠിച്ചിട്ട് നമുക്കതിൽ ഒന്നുപോലും ഓർമ്മയില്ലെങ്കിൽ പിന്നെ ഈ പഠിച്ചുകൊണ്ട് വല്ല കാര്യമുണ്ട്. അപ്പം നമ്മൾ ഞാനും പഠിച്ച് തുടങ്ങിയിട്ട് കുറച്ച് നാളായിട്ടേ ഉള്ളൂ. ആ എക്സ്പീരിയൻസ് വെച്ചാണ് ഞാനും ഞാനും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നോക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ 10 വേർഡ്സിൽ കൂടുതൽ പഠിക്കാൻ ശ്രമിക്കരുത്. കാരണം 10 വേർഡ്സിൽ കൂടുതൽ ഡെയിലി പഠിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൺഫ്യൂഷൻ വരും. തുടക്കക്കാരുടെ അടുത്താണ് ഞാൻ പറയുന്നത്, അല്ല പ്രോ ആയിട്ടുള്ള ആരടുത്തല്ല. നമ്മളെപ്പോലെ ബിഗിനേഴ്സിന് നമുക്ക് 10 വേർഡ്സ് വെച്ചായിരിക്കും തുടങ്ങുന്നതാണ് നല്ലത്. കാരണം നമുക്ക് മൊത്തത്തിൽ കൺഫ്യൂഷനാവും. അതുപോലെ പെട്ടെന്ന് മടുപ്പ് വരും. നമുക്ക് ഇത് തന്നെ വൊക്കാബ് പഠിക്കാൻ തന്നെ മടിയുണ്ടാവും നമ്മൾ ഒരുപാട് വേർഡ്സുകൾ പഠിക്കുമ്പോഴത്തേക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? 10 വേർഡ്സ് പഠിക്കുക. 10 വേർഡ്സ് ഒരു 1 വീക്ക് പഠിച്ച് നോക്കിയിട്ട് നമുക്ക് അതിൽ കൂടുതൽ പഠിക്കാൻ പറ്റുമെങ്കിൽ നെക്സ്റ്റ് വീക്ക് നമുക്ക് എന്ത് ചെയ്യാം? അത് കൂട്ടി വരാം. അപ്പോൾ ഫസ്റ്റ് തുടങ്ങുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് 10 വേർഡ്സ് നല്ല പോലെ പഠിക്കാം. നമ്മൾ എത്ര മണിക്കൂർ അല്ലെങ്കിൽ എത്ര നേരം പഠിക്കുന്നതല്ല, നമ്മൾ പഠിക്കുന്ന നേരം എത്രത്തോളം പഠിച്ച എത്ര കാര്യം ഓർമ്മയുണ്ടെന്നുള്ളതിലാണ് കാര്യം ഇരിക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് വേർഡിലേക്ക് പോവാം. അബ്സേർഡ് എന്താണ്? മീനിങ് എന്താണ്? ഇല്ലോജിക്കൽ അല്ലെങ്കിൽ ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള, അതായത് ലോജിക്കല്ലാത്ത, ലോജിക്ക് നടക്കാത്ത ഒരു സംഭവത്തിനെ കുറിച്ചാണ് പറയുന്നത്. അതിൻ്റെ സിനണിംസ് റിഡിക്കുലസ്, അൺറീസണബിൾ. അതായത് സംഭവിക്കാൻ സാധ്യതയില്ലാത്ത കാര്യത്തിനെക്കുറിച്ചാണ് പറയുന്നത്. റിഡിക്കുലസ്, ദെൻ അൺറീസണബിൾ. ദെൻ അതിൻ്റെ ആൻ്റണിംസ് എന്താണ്? റീസണബിൾ, നടക്കാൻ സാധ്യത ഉള്ളവ. റിയലിസ്റ്റിക് റിയലിസ്റ്റിക് ആയിട്ടുള്ള, റിയലായിട്ട് സംഭവിക്കാൻ സാധ്യതയുള്ള എന്നുള്ള മീനിങ്ങാണ്. സംഭവിക്കാൻ സാധ്യതയുള്ളത്, അതിനെയാണ് നമ്മൾ റിയലിസ്റ്റിക് എന്ന് പറയുന്നത്.
അപ്പോൾ ഇത്രയും വേർഡ്സ് ഞാൻ എപ്പോഴും പറയുന്നതെന്ന് പറഞ്ഞാൽ ഇത് പഠിക്കും നമ്മൾ എൻ്റെ കൂടെ തന്നെ പറഞ്ഞ് പഠിക്കുക, അല്ലെങ്കിൽ നമുക്ക് ഓർമ്മ നിൽക്കത്തില്ല. നമുക്ക് മാക്സിമം എത്രത്തോളം ഈ വൊക്കാബ് പഠിക്കുമ്പോൾ അതാണ് പ്രത്യേകത. പക്ഷേ എത്രത്തോളം കേൾക്കുന്നുണ്ടോ അത്രത്തോളം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഓർമ്മ നിൽക്കും. അപ്പം ഞാൻ പറയുന്നതനുസരിച്ച് ഇത് നോക്കി വായിച്ച് പോവുക. അബ്സേർഡ് റെഡിക്കുലസ് നമുക്ക് ഇതിനൊന്നും ഒരു കണക്ഷൻസ് നമുക്ക് കിട്ടാത്ത വേർഡ്സാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാത്തിലും കണക്ഷൻ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ കണക്ഷൻ, ആ ക്ലൂ തന്നെ നമ്മൾ മറന്നു പോകും. അപ്പം നല്ലതുപോലെ കണക്ട് ചെയ്യാൻ പറ്റുന്നത് മാത്രം കണക്ട് ചെയ്ത് പഠിക്കുക, അല്ലാത്തത് നമ്മൾ കാണാതെ തന്നെ പഠിക്കുന്നതായിരിക്കും വൃത്തി. സ്പ്യൂരിയസ് എന്താണ്? സ്പ്യൂരിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേക്ക്. അത് നമുക്ക് എന്തുമായിട്ട് റിലേറ്റ് ചെയ്ത് പഠിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്പിരിറ്റുമായിട്ട് കണക്ട് ചെയ്ത് പഠിക്കാം. സ്പിരിറ്റ് എന്താണ്? ഫേക്ക് അല്ലേ? ഇന്നത്തെ കാലത്ത് ആരെങ്കിലും സ്പിരിറ്റിനെ വിശ്വസിക്കുമോ? ഇല്ല, ഫേക്കായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം സ്പ്യൂരിയസ് എന്താണ്? ഫേക്കാണ്. അതിൻ്റെ സിനോണിംസ് ഏതൊക്കെയാണ്? ഫ്രോഡുലൻ്റ്, ഫീൻഡ്. അപ്പം ഫ്രോഡുലൻ്റ് എന്താണ്? ഫ്രോഡുമായിട്ട് കണക്ട് ചെയ്ത് പഠിക്കുക. ഫ്രോഡ് ഫേക്ക്. ഫ്രോഡ്സ് എന്താ? ഫേക്ക് അല്ലേ? ഫേക്കായിട്ടുള്ള ആൾക്കാരാണ് ഫ്രോഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രോഡുലൻ്റ്, ഫീൻഡ്. ഫേക്ക്, ഫ്രോഡുലൻ്റ്. അപ്പം സ്പ്യൂരിയസിൻ്റെ 3 സിനോണിംസ് പഠിച്ചു. ഫേക്ക്, ഫ്രോഡുലൻ്റ്, ഫീൻഡ്. അതിൻ്റെ ആൻറ്റണിംസ് പഠിക്കാം. ഒഥൻറ്റിക് എന്താണ്? ഒറിജിനൽ. അതിൻ്റെ ഒറിജിനാലിറ്റി. അല്ലെങ്കിൽ ജെന്യൂൻ എന്താണ്? ജെന്യൂൻ സത്യസന്ധമായിട്ടുള്ള. അപ്പം സ്പ്യൂരിയസ്, ഫേക്ക്, ഫ്രോഡുലൻ്റ്, ഫീൻഡ്. അപ്പം ഇത്രയും കാര്യങ്ങൾ കറക്റ്റായിട്ട് പഠിക്കാം. നമ്മളിന്ന് 10 വേർഡ്സാണ് പഠിച്ചത്. ഇതിൽ കൂടുതൽ പഠിച്ചു കഴിഞ്ഞാൽ വീഡിയോ ലോങ് ആയിപ്പോവും. അപ്പം നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യുക. ഒരു വേർഡും കൂടെ ഉണ്ടായിരുന്നു, ഫ്രൂഗലും കൂടെ നമുക്ക് പഠിക്കാം. ഫ്രൂഗൽ എന്താണ്? എക്കണോമിക്കൽ. നമ്മൾ അതിനൊരു ക്ലൂവും കൂടെ പറഞ്ഞുതരാം. നമുക്ക് എക്കണോമിക് നമ്മുടെ ചിലവ് ചുരുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഒരു ദിവസം നമുക്ക് മീൻ വാങ്ങിക്കാൻ പൈസയില്ല. അപ്പോൾ അതിലേക്കൂടെ ഒരു ഫ്രോഗ് പോയപ്പോൾ എന്ത് ചെയ്തു, നമ്മൾ ചിലവ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഫ്രോഗിനെ പിടിച്ച് കറി വെച്ചു. അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കാം. അതായത് ഫ്രൂഗൽ, എക്കണോമിക്കൽ. ഫ്രോഗിനെ നമ്മൾ എടുത്തു. എന്തിനാ? എക്കണോമിക്കൽ. നമ്മുടെ പൈസ ഇല്ലാത്തതുകൊണ്ട്, എക്കണോമിക്കൽ ആയതുകൊണ്ടാണ് നമ്മൾ ഫ്രോഗിനെ പിടിച്ചത്. അപ്പോൾ അതിൻ്റെ സിനോണിംസ് പറയാം. എക്കണോമിക്കൽ. ദെൻ ആൻറ്റണിംസ് പറഞ്ഞ് എക്സ്ട്രാവജൻറ്റ്. നമ്മൾ ആവശ്യമില്ല കാര്യത്തിന് അല്ലെങ്കിൽ ലക്ഷൂറിയസ് ആയിട്ട് പൈസ ചിലവാക്കുക. ലക്ഷൂറിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ ആവശ്യമില്ലാത്ത കാര്യത്തിന് നമ്മൾ ചുമ്മാ പൈസ ചിലവാക്കുന്നതിനാണ് നമ്മൾ എക്സ്ട്രാവജൻറ്റ് എന്ന് പറയുന്നത്. ദെൻ പ്രൊഡിഗാലിറ്റി, ജനറസ്ലി. ജനറസിറ്റി. ഇതിൻ്റെ എല്ലാം മീനിങ് എന്താണ്? എക്കണോമിക് അല്ല, ലക്ഷൂറിയസ് അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത പൈസ ചിലവാക്കുക, സൂക്ഷിച്ച് ചിലവാക്കുന്നതിന് നമ്മൾ പറയുന്നത്? എക്കണോമിക്കൽ എന്ന് പറയും. അതിൻ്റെ ഓപ്പോസിറ്റ് മീനിങ് എക്സ്ട്രാവജൻറ്റ്, പ്രൊഡിഗാലിറ്റി, ജനറസിറ്റി. അപ്പോൾ ഇത്രയും 10 വേർഡ്സ് നമ്മൾ പഠിച്ചു. അപ്പോൾ ഇത് ഹെൽപ്ഫുൾ ആയെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യുക. കമൻറ്റ് പറഞ്ഞാൽ ഇതിലെന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ, ഞാൻ ആദ്യമായിട്ടാണ് വീഡിയോ ഇട്ട് തുടങ്ങിയത്. അപ്പം നമുക്ക് എന്തെങ്കിലും കമൻറ്റ്സ് പറഞ്ഞാൽ നമുക്ക് മുന്നോട്ട് മാറ്റങ്ങൾ വല്ലതും വരുത്താൻ പറ്റത്തുള്ളൂ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.